السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم. كلما ذكره الذاكرون وغفل عن ذكره الغافلون. المبحث الثاني. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അൽ മുബഹസ് സാനി അൽ മർദൂദു ബി സബബി സഖത്തി മിനൽ ഇസ്നാദി. തള്ളപ്പെടുന്നത് ബി സബബി സഖത്തി മിനൽ ഇസ്നാദി, സനദിൽ നിന്നുള്ള ഒരു വീഴ്ച കാരണം. അൽ മുറാദു ബി സഖത്തി മിനൽ ഇസ്നാദി, ഇസ്നാദിൽ നിന്നുള്ള വീഴ്ച കൊണ്ടുള്ള ഉദ്ദേശം ഇൻകിതാഉ സിൽസിലത്തിൽ ഇസ്നാദി ബി സുഖൂത്തി റാവിൻ ഔ അക്തറ അംദൻ മിൻ ബഅദി റുവാത്തി ഔ നൈരി അംദി. ഇൻകിതാഉ സിൽസിലത്തിൽ ഇസ്നാദി, സനദിൻ്റെ സിൽസില മുറിയലാണ്. ഒന്നുകിൽ ഒരു റാവി വീണുപോകൽ കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മനഃപൂർവമോ, ചില റാവികളിൽ നിന്ന് മനഃപൂർവ്വം, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയും ഒന്നോ അതിലധികമോ റാവികൾ വീണുപോകൽ കൊണ്ട് സനദിൻ്റെ സിൽസില മുറിയലാണ് സഖത്ത് കൊണ്ടുള്ള ഉദ്ദേശം. മിൻ അവ്വലി സനദി, അത് സനദിന് അതിൽ നിന്നാകാം, അവസാനത്തിൽ നിന്നാകാം. ഔ മിൻ അസ്നാഇഹി, അതിനിടയിൽ നിന്നാകാം. സുഖൂത്തൻ ലാഹിറൻ ഓ ഖഫിയൻ, പ്രകടമായ വീഴ്ചയോ അല്ലെങ്കിൽ അവ്യക്തമായതോ ആവാം. അൻവാഉ സഖത്തി, ഈ സഖത്തിൻ്റെ ഇനങ്ങൾ. യതനവ്വഉ സഖത്തു മിനൽ അസ്നാദി ബിഹസ്ബി ളുഹൂരി വ ഖഫാഇ ലാ നൗഇനി. സനദിൻ്റെ സഖത്ത് ഇനമാകും അതിൻ്റെ പ്രകടമായ രൂപത്തിനും അവ്യക്തമായ രൂപത്തിനും അനുസരിച്ചിട്ട് രണ്ട് ഇനങ്ങളിലേക്ക്. അവ ഒന്ന് സഖത്തുൽ ലാഹിർ, ഒന്ന് പ്രകടമായ വീഴ്ച. വഹാദനോ മിന സഖത്തി, സഖത്തിൽ നിന്നുള്ള ഈ ഇനം ഇഷ്തറകു ഫി മഅരിഫത്തിൽ അയിമ്മത്തി വഗൈരിഹിം മിനൽ മുസ്തഗലീന ബിഹുലൂമിൽ ഹദീത്തി. യുസ്തറക്കു, അത് മുസ്തരിക്കാകും ഫി മഅരിഫത്തിൽ അയിമ്മത്തി, അയിമ്മത്തിനെ മനസ്സിലാകുന്നതിൽ, വഗൈറും അവരല്ലാത്തവരും, മിനൽ മുസ്തഗലീന ബിഹുലൂമിൽ ഹദീസി, അതായത് ഉലൂമുൽ ഹദീസ് കൊണ്ട് ശുഗലായ ആളുകൾക്കൊക്കെ എന്താകും, മുസ്തറക്കാകും, പങ്കു ചേർക്കപ്പെടും ഈ ഒരു വീഴ്ചയിൽ. വയഅറഫു ഹാദ സഖതു മിൻ അദമി തലാഖി ബൈന റാവി വ ശൈഖി, ഈ സഖത്ത് അറിയപ്പെടും മിൻ അദമി തലാഖി, കണ്ടുമുട്ടലില്ലാതിരിക്കൽ കാരണം, ബൈന റാവി വ ശൈഖി, റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അയാളെ ഷെയ്ഖ് തമ്മിൽ കണ്ടുമുട്ടാതിരിക്കൽ കൊണ്ട്. ഇമ്മാലി അന്നഹു ലം യുദ്രിക അസ്റഹു, ഒരുപക്ഷെ അയാളുടെ കാലത്തിൽ, ആ ഷെയ്ഖിൻ്റെ കാലത്തിൽ റാവി ഇല്ലാത്തതുകൊണ്ടാവാം. ഔ അദർക അസ്റഹു ലാകിന്നഹു ലം യജ്തമഅ ബിഹി, ഇനി ഒരേ സമയം കാലക്കാരനായിരിക്കാം, പക്ഷെ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. വലൈസത്ത് ലഹു മിൻഹു ഇജാസത്തൻ വലാ വിജാദ, അപ്പോൾ ഈ ഷെയ്ഖിൽ നിന്നും ഈ റാവിക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഇജാസത്തും കിട്ടിയിട്ടില്ല, എന്നാൽ കണ്ട് എത്തിയിട്ടുണ്ടോ, ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, അതും ഉണ്ടായിട്ടില്ല. ലിദാലിക ഇഹ്താജുൽ ബാഹിദ് ബിൽ അസാനീദ് ഇലാ മഅരിഫത്തി താരീഖ് റുവാത്തി, ഇക്കാരണത്താൽ അന്വേഷിക്കുന്ന ഒരാൾക്ക് ആവശ്യമാണ് സനദുകളിൽ ഇലാ മഅരിഫത്തി താരീഖ് റുവാത്തി, ഈ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ താരീഖ് മനസ്സിലാകുന്നതിലേക്ക്. ലന്നഹത്തുള്ള ബയാന മവാലിദിഹിം, അപ്പോൾ അവരുടെ ജനന സ്ഥലങ്ങൾ, തീയതികളൊക്കെ വ്യക്തമാകൽ ഉൾക്കൊള്ളും. അതുപോലെ അവരുടെ വഫയാത്തിം, അവർ മരിച്ച ഡേറ്റുകൾ, വഖത്ത് തലബിഹിം വർത്തിഹാലിഹിം വഗൈരി ദാലിക, അവർ ഇത് തേടി നടന്ന സമയങ്ങൾ, അവരുടെ യാത്രകൾ, ഇതൊക്കെ ഇവരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കലും ഒരു ബാഹിദ്, ഒരു അന്വേഷിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ്. വഖദ് ഇസ്തലഹ ഉലമാഉൽ ഹദീസ് അലാ തസ്മിയത്തി സഖത്തുൽ ലാഹിരി ബി അർബഅത്തി അസ്മാഇൻ. ഇനി ഖദ് ഇസ്തലഹ ഉലമാഉൽ ഹദീസ്, ഉലമാഉൽ ഹദീസ് മുസ്തലഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അലാ തസ്മിയത്തി സഖത്തി, സഖത്ത് എന്ന് സഖത്തുൽ ലാഹിരി, ലാഹിറായ സഖത്തിന് പേര് വെക്കുന്നതിന് മേൽ, ബി അർബഅത്തി അസ്മാഇൻ, 4 പേരുകൾ, ബിഹസ്ബി മക്കാനി സഖത്തി, സഖത്തിൻ്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട്, സ്ഥലത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അദദ് റുവാത്ത്, അല്ലെങ്കിൽ റാവികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഉസ്കത്തു, ആരൊക്കെയാണ് വീണ് പോയിട്ടുള്ള അവർക്കനുസരിച്ച്. വഹാദിഹിൽ അസ്മാ, അപ്പോൾ ഏതൊക്കെയാണ് 4 പേരുകൾ? ഹിയ അൽ മുഅല്ലഖു, 2 മുർസൽ, അൽ മുഅല്ലലു, അൽ മുൻഖതിഉ. ഇനി നേരത്തെ നമ്മൾ സഖത്തുൽ ലാഹിർ പറഞ്ഞു, രണ്ടാമത് പറയുന്നത് സഖത്തുൻ ഖഫിയാണ്. അതായത് ഈ സനദിൻ്റെ വീഴ്ച അതിൻ്റെ ലാഹിറ എന്ന നിലക്കും ഖഫിയ എന്ന നിലക്കും 2 ഇനങ്ങളിലേക്ക് ഇനമാകുന്നു പറഞ്ഞു. ഒന്ന് സഖത്തുൽ ലാഹിർ, രണ്ടാമത്തെ സഖത്തുൻ ഖഫിയ. വഹാദാ ലാ യുദ്രികു ഇല്ലൽ അഅമ്മത്തുൽ ഹുദ്ദാഖുൽ മുത്തലിഊന അലാ തുർക്കിൽ ഹദീസി വഇലലിൽ അസാനീദി, സനദിൻ്റെ ഇല്ലത്തും അതുപോലെ ഹദീസിൻ്റെ വഴികളിലേക്ക് എത്തി നോക്കുന്നവരുമായ നിപുണരായ ഇമ്മത്തിനല്ലാതെ, ഇമാമിങ്ങൾക്കല്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. വലഹു തസ്മിയത്താനി, ഇനി സഖത്തുൻ ഖഫി തന്നെ 2 ഇനുണ്ട്, അൽ മുദല്ലസു, പിന്നെ അൽ മുർസലുൽ ഖഫിയു, ഈ 2 ഇനങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് ബഹ്തു ഹാദിഹിൽ മുസമ്മിയാത്തി സിത്ത മുഫസ്സിലത്തൻ അനത്തവാലി. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണം. അതായത് നേരത്തെ മേൽ പറഞ്ഞ 4 പേരുകളും ഇപ്പോൾ സഖത്ത് ഖഫീൻ്റെ 2 പേരുകൾ നമ്മൾ
പഠിക്കേണ്ടതുണ്ട്. ഇനി മുഅല്ലഖിനെ കുറിച്ചാണ് പറയുന്നത്. താരീഫുഹു ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഇസ്മു മഫ്ഊലി മിൻ അല്ലഖ അശ്ശൈഉ ബിശ്ശൈഇ, ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ബന്ധിപ്പിക്കുക. നാതഹു വറബത്തഹു ബിഹി വജഅലഹു മുഅല്ലഖ, അതിനോട് യോജിപ്പിക്കുക. അപ്പോൾ എന്തായി? യോജിപ്പിക്കപ്പെട്ടതായി. ആ അർത്ഥത്തിലാണ് എന്ത് മുഅല്ലഖ് എന്ന് വരിക. വസുമിയ ഹാദ സനദു മുഅല്ലഖൻ ബിസബബി ഇത്തിസാലിഹി ബിൽ ജിഹത്തിൽ ഉല്യ ഫഖത്ത്. ഇനി ഈ സനദ് അറിയപ്പെടും മുഅല്ലഖൻ എന്ന് ബിസബബി ഇത്തിസാലിഹി, അതിൻ്റെ ഇത്തിസാൽ കാരണം, ബിൽ ജിഹത്തി ഒരു ഭാഗത്തിലൂടെ, ബിജിഹത്തിൽ ഒല്യ ഉയർന്ന ഭാഗത്തിലൂടെ, ഫഖത്ത് അതിലൂടെ മാത്രമാണ് താല്ലുക്കാകുന്നത്, മുഅല്ലഖാകുന്നത്. അതുകൊണ്ട് ഈ പേര് വെക്കപ്പെട്ടു. വൻ കിതാഹു മിൻ ജിഹത്തി ദുന്യ, താഴ്ഭാഗത്തിലൂടെയാണ് അതിൻ്റെ ജിഹത്ത് ദുന്യയിലൂടെയാണ് അതിൻ്റെ മുൻകത്തി ഉണ്ടാകുന്നത്. ഫസാറ കഷൈഇൽ മുഅല്ലഖി ബിസ്സഖഫി ദന, അപ്പോൾ മുഅല്ലഖ് എന്തായി? സാറ കഷൈ ഒരു വസ്തുവിനെ പോലെ ആയാൽ മുഅല്ലഖ് ബിസ്സഖഫി മേലുള്ള ഒരു സാധനത്തിനോട് ബന്ധിച്ച അതുപോലെയായി, മേലുള്ള ഒരു സാധനത്തിനോട് ബന്ധിക്കപ്പെട്ടതുപോലെയായി. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ. അപ്പോൾ താഴെ നിന്ന് മുൻകത്തിയാവുകയും മേലെ നിന്ന് മുഅല്ലഖാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു തട്ട് മോളെന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം വരും. അത് ലോകത്തിൽ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഒരു തട്ട് മേൽഭാഗം അടിഭാഗം തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ബന്ധിപ്പിക്കാനുള്ളൊരു കാരണം പറഞ്ഞതാണ്. പിന്നെ ഇസ്തിലാഹ് നിലക്കാണെങ്കിൽ മാഹുദിഫ മിൻ മബ്ദഇ ഇസ്നാദിഹി റാവിൻ ഫഅക്തർ അല തവാലി, തുടക്കത്തിൽ നിന്ന് സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് ഒരു റാവിയെ കളയപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ കൂടുതൽ അൽ തവാലി എന്ന് തുടർച്ചക്കനുസരിച്ചിട്ട്, അതാണ് ഇസ്തിലാഹിൽ അതിൻ്റെ മീനിങ്. ഇനി മീൻ സൂര്യത്തിൻ്റെ രൂപത്തിൽപ്പെട്ടതാണ് അയ്യഹദഫ ജമീ സനദി, മുഴുവൻ സനദ് കളയപ്പെടൽ. ഉമ്മയക്കാലു എന്നിട്ട് പറയപ്പെടും മിഥിൽ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ നബി പ്രകാരം പറഞ്ഞു എന്ന് പറയാം, വേറെ ആളെ കൊണ്ടും റിപ്പോർട്ടില്ല. ഇനി അതിൽപ്പെട്ടതാണ് അയ്യഹദഫ കുല്ലൽ ഇസ്നാദി ഇല്ല സഹാബിയ ഔ ഇല്ല സഹാബിയ താബിയ, എല്ലാ സനദും കളയുക ഒരു സാബിയ ഒഴിച്ച്, അല്ലെങ്കിൽ ഒരു സഹാബിയും ഒരു താബിയും ഒഴിച്ച് ബാക്കി എല്ലാവരും കളയുക. എൻ്റെ ഉദാഹരണങ്ങൾ ശേഷം വരുന്നുണ്ട്. മാഖ്റജഹുൽ ബുഖാരി മാമ റിപ്പോർട്ട് ചെയ്ത പോലെ ഫി മുഖദ്ദമത്തി ബാബി മാ യുദ്കറു ഫിൽ ഫഖദി, ഫഖദിൻ്റെ കാര്യത്തിൽ പറയപ്പെട്ട ബാബിൻ്റെ മുഖദ്ദിമയിൽ ബുഖാരി മാം പറഞ്ഞ പോലെ ഖാല അബൂ മൂസ റളിയല്ലാഹു അൻഹു അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂടി റുക്ബതഹു തൻ്റെ മുട്ടുകാലെ ഹീന ദഖല ഉസ്മാൻ റളിയല്ലാഹു പ്രവേശിച്ചപ്പോൾ ഫഹദ ഹദീസുൽ മുഅല്ലഖ്, ഇത് മുഅല്ലഖായ ഒരു ഹദീസാണ്. ലഅന്നൽ ബുഖാരി ഇമാം ഹദഫ ജമീ അൽ ഇസ്നാദിഹി, മൊത്തം ഇസ്നാദ് മുപ്പരാൾ കളഞ്ഞു. ഇല്ല സഹാബിയ, ഒരു സാബി വെച്ചിട്ട് ഈ ഒരു ഹദീസിൻ്റെ സനദിലുള്ള എല്ലാവരും കളഞ്ഞു. ഒരു സാബിനെ വെച്ചിട്ട് ആരാണ്? ഹുവ അബൂ മൂസ അൽ അശ്അരി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാബിനല്ലാതെ ബാക്കി എല്ലാവരും കളയാന്ന് പറഞ്ഞത്. ഇനി 4 ഹുക്കുമാൻ്റെ വിധി അൽ ഹദീസുൽ മുഅല്ലഖ് മർദൂദുൻ, മുഅല്ലഖായ ഹദീസ് തള്ളപ്പെടേണ്ടതാണ്. ലഅന്നഹു ഉഫ്തിദ ഷർത്ത മിൻ ഷുറൂത്തിൽ ഖബൂലിൻ്റെ ഷർത്തുകളിൽ നിന്നൊരു ഷർത്തിനെ കളഞ്ഞിട്ടുണ്ട്. ഹു ഇത്തിസാലു സനദ് ചേരുക എന്നുള്ള സനദ് ആ ഷർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹദീസ് മർദൂദാണ്. അതായത് ബിറാവിൻ റാവിനെ കളയൽ കൊണ്ട് ഓക്തറ കൂടുതൽ മിൻ ഇസ്നാദിഹി, അതിൻ്റെ സനദിൽ നിന്ന് മാദമി ഇൽമിന നമുക്ക് അറിയാത്തതോട് കൂടെ തന്നെ ബിഹാരിൻ ഒരവസ്ഥയിൽ ദാലിക്കൽ മഹദൂഫ, നമുക്ക് ഈ കളയപ്പെട്ടത് ആരാന്നൊന്നും അറിയില്ല, ആ രൂപത്തിൽ തന്നെ ഒരു റാവിയോ കൂടുതൽ റാവിനോ കളഞ്ഞ രൂപത്തിൽ ഉള്ള മുഅല്ലഖായ ഹദീസിനെ തള്ളപ്പെടേണ്ടതാണ്. പിന്നെ ഹുക്കുമുൽ മുഅല്ലഖാത്തി ഫി സ്വഹീഹൈനി, ഇനി മുഅല്ലഖാത്തുകളായ ഹദീസുകൾ വന്നു ഇവിടെ ഫി സ്വഹീഹൈനി, സ്വഹീഹ് ഹദീസിൽ ഹാദൽ ഹുക്കുമു, ഈ വിധി, അതായത് ഹുവ അനിൽ മുഅല്ലഖ് മർദൂദുൻ, മുഅല്ലഖ് മർദൂദാണ് എന്നുള്ള വിധി, ഹുവ അത് ലിൽ ഹദീസിൽ മുഅല്ലഖായ ഹദീസിന് മാത്രമുള്ള വിധിയാണ്. ലാക്കിൻ ഇനി ഉജിദൽ മുഅല്ലഖ്, ഇനി മുഅല്ലഖായ ഒരു ഹദീസ് എത്തി എവിടെ? ഫി കിതാബിൻ സിഹ്ഹത്തുഹു, ഒരു കിതാബിൽ ഇൽത്തുസിമത്ത് സിഹ്ഹത്തുഹു, അത് ശരിയാവൽ നിർബന്ധ, അങ്ങനെ നല്ലൊരു കിതാബിൽ, ഇപ്പോൾ സഹീഹൈനി, സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി എന്ന കിതാബുകൾ പോലെ നല്ലൊരു കിതാബിൽ എന്ത് ചെയ്തു? ഈ ഒരു കാര്യം വന്നു, മുഅല്ലഖായ ഹദീസ് വന്നെങ്കിൽ ഫഹാദ ലഹു ഹുക്മുൻ ഖാസുൻ, അപ്പോൾ അതിന് പ്രത്യേകമായൊരു വിധിയുണ്ട്. ഖദ് മറ ബിനാ ഫി ബഹ്തി സ്വഹീഹി, അത് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? സഹീഹിൻ്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. വലാ ബഅസ ബിത്തദ്കീരി ബിഹി, അതിനിവിടെ പറയൽ കൊണ്ട് വലിയ കുഴപ്പമില്ല. അത് എന്താ വഹുവ, അത് അന്നമാ ദുഃഖിറ ബിസിയകത്തിൽ ജസ്മ, ഒന്നാണ് ദുഃഖിറ പറയപ്പെടും ബിസിയകത്തിൽ ജസ്മിൻ്റെ സിയ കൊണ്ട് പറയപ്പെട്ടൊന്ന്, കാല വദക്കറ വഹക്ക എന്ന് പറയുന്നത് പോലെ. ഫഹുവ ഹുക്കുമുൻ ബിസിഹത്തിഹി അനിൽ മുളാഫിലിഹി, അത് മുളാഫിലിനെ തൊട്ട് എന്ത് വിധി കൊണ്ടാണ് പറയുക? സഹീഹാണെന്നുള്ള വിധിയിലാണ് പറയുക. ഏതൊക്കെ? കാല, ദക്കറ, ഹക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒക്കെ മുളാഫിലായിട്ടാണ് വരിക. കാരണം ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ശേഷം വരും. ഇനി ഒമാദ് കിബ്രി സീഗത്തി തംബീലിൻ്റെ സീഗ കൊണ്ട് പറയപ്പെട്ട ഒന്ന്, ഖീല വ ദുഃഖിറ പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു. വലൈസ ഫീ ഹുക്കുമൻ,
ബിസിഹത്തിഹി, അതിൽ ഹുക്കുമില്ല, ബിസിഹത്തി ശരിയാണെന്നതിൽ മുലാഫിലേഹി. അതിന് മുലാഫിലേനെ തൊട്ട് പറയുമ്പോൾ അത് ശരിയാണെന്നുള്ള ഹുക്കുമ് അതിലില്ല. കാരണം ദബൽ ഫീഹി അതിലുണ്ട്, സഹീഹുണ്ട്, ഹസനുണ്ട്, ലൈഫുണ്ട്, ഇതൊക്കെ ഉണ്ട്. ലാക്കിൻ ലൈസ ഫീ ഹദീസുൻ വാഹിൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ സഹീഹും ഹസനും ലൈഫൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ വാഹായ, അതായത് വളരെ ദുർബലമായ ഒരു ഹദീസില്ല. ലിവുജുദിഹി ഫിൽ കിതാബിൽ മുസമ്മ ബി സഹീഹി. കാരണം ഈ മുഅല്ലഖായ ഹദീസ് വന്നിട്ടുള്ളത് ഫിൽ കിതാബിൽ മുസമ്മ, പറയപ്പെടുന്ന കിതാബിലാണ്. സഹീഹായ കിതാബ് എന്ന് പറയപ്പെടുന്നതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെ ദുർബലമായൊന്നും ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ സഹീഹും ഹസനും ലൈഫായ ഹദീസ് വരാം. വതരീഖുൽ മഅരിഫത്തി സഹീഹി, വതരീഖു മഅരിഫത്തി സഹീഹി, സഹീഹായ ഹദീസ് അറിയുന്നതിൻ്റെ വഴി. മിന ഗൈരിഹി, അതല്ലാത്തിൽ നിന്ന് ഹുവൽ ബഹ്സു, അത് അന്വേഷിക്കലാണ്. അൻ ഇസ്നാദി ഹാദൽ ഹദീസി, ഈ ഹദീസിനെ സനദിനെ കുറിച്ച് അന്വേഷിക്കലാണ്. വൽ ഹുക്കുമു അലൈഹി ബിമാ യലീഖു ബിഹി, അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഹുക്കുമ കൊണ്ട് വിധിക്കലുമാണ്. അതിൻ്റെ മേലെ വിധിക്കുക, അതിനോട് യോജിച്ചത് എന്താണ്, അതിൻ്റെ സനദ് കാര്യങ്ങൾ നോക്കുക, റാവി റുവാത്ത് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ശരിക്കും സഹിഹായ ഹദീസ് അറിയണമെങ്കിൽ ഈ വഴികളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരുന്നു. ഇനി മുർസലായ ഹദീസിനെ കുറിച്ചായിട്ടാണ് പറയുന്നത്. താരീഫു ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഹു ഇസ്മഫ് ഉലി മിൻ അർസല ബിമാന അത്തുലക്ക. അത്തുലക്ക മുത്തലക്കായി പറഞ്ഞു എന്ന രൂപത്തിലുള്ള അർത്ഥം വരുന്ന ഇസ്മഫുൽ എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ കന്നൽ മുർസല അത്തുലക്കൽ ഇസ്നാദ. അപ്പോൾ മുർസല ഹദീസ് പോലെയുണ്ട്. അത്തുലക്കൽ ഇസ്നാദ, സനദിൻ്റെ നിരുപാധകം പറഞ്ഞ് പോലെ കയ്തു, അതിനൊരു കൈതും വെച്ചിട്ടില്ല. അപ്പോൾ റാബിന് മാറൂഫിന് അറിയപ്പെടുന്ന ഒരു റാബിയെ കൊണ്ട് കൈത് വെക്കാത്ത തരത്തിലുള്ള ഹദീസുകൾ. ഇനി ഇസ്തിലാഹിൽ എന്ന് പറയുന്നത് മാസഖത്ത് മിൻ ആഖിരി ഇസ്നാദി, സനദിൻ്റെ അവസാനത്തിൽ നിന്ന് സഖത്ത് സംഭവിച്ച വീണ് പോയതാണ് ആരിമൻ ബാദ താബി, താബിയന് ശേഷം അവസാനത്തിൽ നിന്ന് റാവി വീണു. അത് സഹാബികളായിരിക്കും അവിടെ സഖത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. ഈ സൂറത്തു അതിൻ്റെ രൂപം സൂറത്തുഹു അയക്കുല താബി, താബി പറയലാണ്. സവാൻ ഖാന സഹീർന കബീറൻ, ചെറിയ വലിയവരാകട്ടെ. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞു എന്ന്. ഔ ഫഅല കഥ, പ്രകാരം പ്രവർത്തിച്ചു. ഔ ഫഅല ബി ഹളറത്തിഹി കഥ, അല്ലെങ്കിൽ അവരുടെ ഹളറത്തിൽ പ്രകാരം പ്രവർത്തിച്ചു. ഹാദിഹി സൂറത്തുൽ മുർസലീൻ ഇൻദൽ മുഹദ്ദിഥീന, ഹദീസ് പണ്ഡിതന്മാരുടെ മുർസലായ ഹദീസിൻ്റെ സൂറത്ത് പ്രകാരമാണ്. ഞാൻ ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. മാ അഖ്റജഹു മുസ്ലിമുൻ ഫി സഹീഹിഹി ഫി കിതാബുൽ ബുയൂഇ, കിതാബ് ബുയൂഇൽ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞൊരു ഉദാഹരണം. قال حدثني محمد بن رافع حدثنا جحين حدثنا الليث عن عقيل عن ابن شهاب عن سعيد بن المسيب أن رسول صلى الله عليه وسلم نهى عن المزابنة. മുസാബന എന്ന് പറഞ്ഞാൽ മതിപ്പില കണക്കാക്കിയിട്ട് കച്ചവടം ചെയ്യുക, അതിനെ തൊട്ട് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സയ്യിദ് ബിൻ മുസൈബ് താബിഈ കബീർ, സയ്യിദ് ബിൻ മുസൈബ് എന്ന് പറഞ്ഞാൽ വലിയ താബിഈയാണ്. റവാഹ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി അയ്യക്കൽ വാസ്ത ബൈനഹു ബൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെയും സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹുവിൻ്റെയും ഇടയിലുള്ള വാസിത ആരാണ് എന്ന് പറയാതെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫഖദ് അസ്ഖത മിൻ അസ്നാദി ഹാദൽ ഹദീസ് ആഖിറഹു, അപ്പോൾ ഈ സനദിൻ്റെ ഇസ്നാദിൽ നിന്ന് ഒരാളെ കളഞ്ഞിട്ടുണ്ട്. ആരെ? വഹുവ മൻ ബഅദ് താബിഈ, ഈ താബിഈയായ സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹുവിന് ശേഷമുള്ള ഒരു സഹാബിനോട് കളഞ്ഞിട്ടുണ്ട്. വഖലു ഹാദ സഖദ യകൂന ഖദ് അസ്ഖത സഹാബി, അപ്പോൾ ഇവിടെ സഖത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് എന്താ? സഹാബിനെ തന്നെ കളയാന്നുള്ളതാണ്. വയഹ്തമിൽ അയ്യക്കൂന ഖദ് അസ്ഖത മാ ഗൈരിഹി കതാബി മിസ്ലു, ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഈ സഹാബിയുടെ കൂടെ തന്നെ താബീനെ കളയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അൽ മുർസലു ഇൻദൽ ഫുഖഹാഇ വൽ ഉസൂലിയീന, അപ്പോൾ ഉസൂലിയായ പണ്ഡിതന്മാരുടെയും ഫുഖഹാകളുടെയൊക്കെ ഇടയിലുള്ള അവരുടെ അടുത്തുള്ള മുർസൽ. മാ ദക്കർതുഹു മിൻ സൂറത്തിൽ മുർസലി ഹുവൽ മുർസലു ഇൻദൽ മുഹദ്ദിസീന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മുർസൽ തന്നെയാണ് മുഹദ്ദിസീങ്ങളുടെ അടുത്ത് മുർസലായ ഹദീസ്. അമ്മൽ മുർസലു ഇൻദൽ ഫുഖഹാഇ വൽ ഉസൂലിയീന, ഉസൂലിങ്ങളുടെ അടുത്തും ഫുഖഹാങ്ങളുടെ അടുത്തുമുള്ള മുർസൽ എന്ന് പറഞ്ഞാൽ ഫഅമും മിൻ ദാലിക, ഇതിനെക്കാട്ടി മാമാണ്. ഫഇൻദഹും അന്ന കുല്ല മുൻഖത്തിയും മുർസലും, മുൻഖത്തി എല്ലാ ഹദീസും മുർസൽ തന്നെയാണ്. അല അയ്യി വജ്ഹിൻ കാനിൻ കിതാബ്, ഏത് രൂപത്തിലും മുൻഖത്തി ആട്ട ഹദീസ്, അതൊക്കെ ഇവരുടെ അടുത്ത് ഉസൂലിയായ പണ്ഡിതന്മാരുടെ അടുത്തും ഫുഖഹായുടെ അടുത്തും എന്താണ്? മുർസലായ ഹദീസ് തന്നെയാണ്. വഹാദ മദ്ഹബുൽ ഖുത്തൈബി ഐദൻ, ഇത് തന്നെയാണ് ഖുത്തൈബുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ്റെ മദ്ഹബും പ്രകാരം തന്നെയാണ്. അതിൻ്റെ വിധി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അൽ മുർസൽ ഫിൽ അസ്ലി ദഈഫുൻ മർദൂദുൻ, അസ്ലിൽ മുർസൽ എന്നുള്ളത് ലൈഫാണ്, തള്ളപ്പെടേണ്ടതാണ്. ലിഫഖദിഹി ഷർത്തുൻ മിൻ ശുറൂത്തിൽ മഖബൂലി വഹുവ ഇത്തിസാലു സനദി, ഇത്തിസാലു സനദ് എന്ന സ്വീകരിക്കപ്പെടേണ്ട ഷർത്തുകളിൽ നിന്നുള്ള ഒരു ഷർത്ത് നഷ്ടമായതിനെ കൊണ്ട്. വൽ ജഹ്ലി ബിഹാലി റാവിൽ മഹദൂഫി, കളയപ്പെട്ട റാവിൻ്റെ അവസ്ഥ നമുക്കറിയാത്തത് കൊണ്ടും. ലി ഇഹ്തിമാലി അയ്യക്കുൽ മഹദൂഫ് ഗൈറ സഹാബി, സഹാബി അല്ലാത്തവരാണ് കളയപ്പെടാൻ സാധ്യത എന്നതുകൊണ്ടും. വഫി ഹദിഹിൽ ഹാലി ഇഹ്തമൽ യകൂന ലൈഫ, അപ്പോൾ ഈ അവസ്ഥയിൽ അത് ലൈഫാകാൻ സാധ്യതയുണ്ട്. ലാക്കിന്നൽ ഉലമാഅ മിനൽ മുഹദ്ദിസീന, ലാക്കിന്നൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന,
മുഹദ്ദിസീങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ വഗൈരിഹിം ഇഖ്തലഫു ഫീ ഹുക്മിൽ മുർസലി വൽ ഇഹ്തിജാജ് ബിഹി, മുർസലിൻ്റെ വിധിയിലും അതുകൊണ്ട് തെളിവെടുക്കുന്ന കാര്യത്തിലും മുഹദ്ദിസീങ്ങളും അവരല്ലാത്തവരും ഒക്കെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലഅന്ന ഹദന മിൻ ഇൻഖിതാഇ യഖ്തലിഫു അൻ അയ്യി ഇൻഖിതാഇ ആഖിരിൻ ഫി സനദി, കാരണം മുൻഖത്തിയിൽ നിന്നുള്ള ഈ ഇനം അത് സനദിൻ്റെ അവസാനത്തിൽ ഏത് രൂപത്തിലുള്ള മുൻഖത്തി ആവട്ടെ അതിനെ തൊട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. ലഅന്ന സാഖിത മിൻഹു ഗാലിബൻ മാ യകൂനു സഹാബിയൻ, സാധാരണ മറ്റേ മുർസലായ ഹദീസിൽ നിന്ന് മറ്റേ വീണു പോകുന്നത് സഹാബിയാകും. സഹാബികളാണെങ്കിലോ കുല്ലുഹും അദൂൽ, അവരെല്ലാവരും നീതിമാന്മാരാണ്. ലാത്തുള്ളു അതും ആരിഫിദീൻ, അവർ അറിയപ്പെടണം എന്നത് ബുദ്ധിമുട്ടാക്കില്ല, എന്നാലും എന്ത് ചെയ്യണം, അവരെ പറയണമല്ലോ. പക്ഷെ അവരിങ്ങനെ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവാന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ മുജ്മൽ അഖ്വാൽ ഉലമാ ഫിൽ മുർസലി സലാത്ത് അഖ്വാൽ, ഇനി മൊത്തത്തിൽ ചുരുക്കത്തിൽ പണ്ഡിതന്മാരുടെ വാക്കുകൾ മുർസലിൻ്റെ കാര്യത്തിൽ, മുർസലായ ഹദീസിൻ്റെ കാര്യത്തിൽ 3 എണ്ണമാണ്. ഒന്ന് ലഈഫുൻ മർദൂദ് ഇന്ദ ജുംഹൂരിൽ മുഹദ്ദിസീന വകസീറുൻ മിനൽ അസ്ഹാബിൽ ഉസൂലി വൽ ഫുഖഹായികളും പിന്നെ ഉസൂലിങ്ങളായ പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളുടെ അടുത്തൊക്കെ ഈ ഒരു അഭിപ്രായമാണ്. വഹുജ്ജത്തു ഹഉലാഇ ഹുവൽ ജഹ്ലു ബിഹാൽ റാവിൽ, അപ്പോൾ ഇവർ തെളിവ് പറയണം എന്താ, അങ്ങനെ ലൈഫും നടത്താൻ കാരണം കളയപ്പെട്ട റാവിൻ്റെ അവസ്ഥ അറിയില്ല എന്നുള്ളത് കൊണ്ട്. നെഹ്തിമാല യക്കൂന, ഇനി കളയപ്പെട്ടതാവാം, ചിലപ്പോൾ ആരാകാം സഹാബി അല്ലാത്തവരുമാകാം. അപ്പം പിന്നെ ഹദീസ് ലൈഫാകണ്ടെന്നുള്ള ചിന്തയാണ് ഇവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. സഹാബികളാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, അവരെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണ്ട. പക്ഷെ സഹാബികളല്ലാത്തവരായി കൂടെ, അങ്ങനെയെങ്കിൽ അവരെ വിശ്വാസമില്ലെങ്കിലോ എന്നുള്ളതാണ് ചോദ്യട്ട്. അത് നേരത്തെ കാര്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിന്തിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ സഹീഹുൻ യുഹ്തജു ബിഹി, മുർസലായ ഹദീസ് സഹീഹാണ്, അതുകൊണ്ട് തെളിവ് പിടിക്കാം. ഇന്ദൽ അയിമത്തി സലാത്ത 3 പണ്ഡിതന്മാരടുത്ത് അബൂ ഹനീഫ് മാലിക് അഹ്മദ് റളിയല്ലാഹു അൻഹു ഫിൽ മഷ്ഹൂരി അൻഹു, അവരെ തൊട്ടുള്ള മഷൂറായ അഭിപ്രായത്തിൽ. വതായിഫത്തു മിനൽ ഉലമാഇ ബിശർത്തി അൻ യകൂന മുർസൽ സിഖത്തൻ, ഇനി കുറച്ച് പണ്ഡിതന്മാരടുത്തും ഒരു നിബന്ധന കൊണ്ട് അയ്യകുൽ മുർസൽ സിഖത്തൻ, മുർസൽ ആരാവണം, ഇനി ഇങ്ങനെ നിരുപാധികം പറയുന്ന ആൾ വിശ്വാസമുള്ളതാണ്. വലാ റുസലു ഇല്ലാ അൻ സിഖത്തിൻ, അങ്ങനെയാണെങ്കിൽ ഇത് നിരുപാധികം പറയില്ല, ഒരു സിഖത്തായ ആളെ കുറിച്ചിട്ടാണ് ഒരു സിഖത്തായ ആളുകൾ നിരുപാധികം പറയുള്ളൂ, മുർസലാക്കി പറയുള്ളൂ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വജ്ജത്തുഹും അന്ന തബീഇ സിഖത്തു, തബീഇ വിശ്വസ്തരാണ്. ലാ യസ്തഹില്ലു അൻ യഖൂല ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅഹു മിൻ സിഖത്തിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരു വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് കേട്ടാലല്ലാതെ വിശ്വാസയോഗ്യനായ ഒരു താബി പറയില്ല എന്നതാണ് ഇവർ ഈ ഹദീസിനോട് തെളിവ് പിടിക്കാനുള്ള കാരണം. ത്വായിഫത്തു മിനൽ ഉലമാ കിട്ടാൻ, ഉലമാകളിൽ നിന്നുള്ളൊരു കൂട്ടം ആളുകൾ. ഇനി ഖബൂലുഹു ബിശുറൂത്തിൻ, ഇനി ചില നിബന്ധനകൾ കൊണ്ട് മുർസൽ ഹദീസ് സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. ഐ സിഹ ബിശുറൂത്തിൻ, ചില നിബന്ധനകൾ കൊണ്ട് ശരിയാകും. ഹാദാൻ്റെ ഷാഫിഈ വഅഹ്ലുൽ ഇൽമി, ചില അഹ്ലുൽ ഇൽമും ഷാഫി ഇമാമൊക്കെ ഈ ഒരു അഭിപ്രായമാണ്. ഹാദി ശുറൂത്ത് അർബഅത്തുൻ സലാസത്തുൻ ഫിറാവിൽ മുർസലി, ഇത് 4 അതിൽ മുർസലിൻ്റെ റാവിയിലാണ് 3 കാര്യങ്ങളുള്ളത്. പിന്നെ വാഹിദുൻ ഫിൽ ഹദീസിൽ മുർസലി, മുർസലായ ഹദീസിലാണ് 1. ഇലൈക ഹാദിഹി ശുറൂത്ത്, നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ഷുറൂത്തുള്ളതെന്നുള്ളത്. അയ്യക്കൂനൽ മുർസിലു മിൻ കിബാരി താബിഈൻ, ഈ ഹദീസ് റിപ്പോർട്ട് മുർസിലാക്കുന്ന മുർസിലായ ആൾ എന്ത് ചെയ്യണം, താബിഈങ്ങളിൽപ്പെട്ട വലിയ ആളായിരിക്കണം. അതുപോലെ തന്നെ വേദ സമ്മ മൻ അർസല അൻഹു സമ്മാസിഖത്തൻ, അങ്ങനെയാണെങ്കിൽ അവരെ തൊട്ട് മുർസലാക്കി പറഞ്ഞ ഹദീസ് സമ്മാസിഖത്തൻ വിശ്വാസയോഗ്യമാണെന്ന് അറിയപ്പെടും. വേദാശാറഖഹു ഹാഫിദുൽ മഅ്മൂനൂന ലം യുഖാലിഫുഹു, അപ്പോൾ ഇനി മൂപ്പരാളെ ശരീക്കായിട്ട് വരുന്നത് അൽ ഹുഫാലു അൽ മഅ്മൂനൂന, വിശ്വസിക്കാൻ പറ്റിയ യോഗ്യരായ ഹാഫിലിങ്ങളൊക്കെ ആണെങ്കിൽ അവരെ തൊട്ട് സനദിലോ റാവിയിലോ റുവാത്തിലോ ഒന്നും ഉണ്ടാവില്ല, എതിരഭിപ്രായം ഉണ്ടാവില്ല. പിന്നെ വഅയ്യുമ്മ ഇലാ ഹാദിഹി ശുറൂത്തി സലാസ വാഹിദു മിമ്മാ യലി, ഇനി ഈ 3 ഷർത്തുകളിലേക്ക് താഴെയുള്ള ഇതിലൊന്ന് നമ്മൾ കൂട്ടിച്ചേർക്കണം. ഏതൊക്കെയാണ്? അയ്യുറുവൽ ഹദീസ് മിൻ വജ്ഹി ആഖറ മുസ്നദൻ, മുസ്നദ് നിലക്ക് മറ്റു രീതിയിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഔ യുർവ മിൻ വജ്ഹിൻ ആഖറ മുർസലൻ അർസലഹു മിൻ അഖദിൽ മൻ അഖദൽ ഇൽമ അൻ ഗൈരി റിജാലിൽ മുർസലിൽ ഉല, മുർസലിൽ അവ്വലി. അയ്യുർവ മിൻ വജ്ഹിൻ ആഖറ, മറ്റൊരു രൂപത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടലാണ്. മുർസലായിട്ട് ഒരു ഹദീസിനെ മറ്റു രൂപത്തിൽ അർസലഹു, അതിനെ മുർസലാക്കി പറഞ്ഞിട്ടുണ്ട്. മൻ അഖദൽ ഇൽമ അൻ ഗൈരി റിജാലിൽ മുർസലിൽ അവലി, ആദ്യം ഒരു ഹദീസ് മുർസലാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അവരെ തൊട്ട് അല്ലാതെ ഇൽമ സ്വീകരിച്ച ഒരാൾ ഈ ഹദീസിനെ മറ്റു രൂപത്തിലൂടെ മുർസലാക്കി പറയാം.
അപ്പോൾ രണ്ട് രൂപത്തിലൂടെ മുർസലാക്കി വന്നു, മനസ്സിലായോ? അങ്ങനെ അയ്യുവാഫി ഖൗലു സഹാബി, അല്ലെങ്കിൽ സഹാബിയായ ഒരാളുടെ വാക്കിനോട് യോജിക്കുക. യുഫ്തി മുഖ്തല്ലാഹു അക്തർ അഹ്ലുൽ ഇൽമി, അല്ലെങ്കിൽ ഇതുകൊണ്ട് തേടപ്പെടാൻ പറ്റുന്നതാണ് എന്ന് അധിക പണ്ഡിതരും ഇൽമിൻ്റെ ആളുകളും ഫത്വ കൊടുക്കണം. അങ്ങനെയാണെങ്കിലൊക്കെ നമുക്കിത് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. ഫഇദാ തഹഖഖത ഹാദിഹി ശുറൂത തബയ്യന സിഹതു മഖ്റജിൽ മുർസലി വമാ അല്ലദഹു. അപ്പോൾ ഈ ഷർത്തുകളൊക്കെ നിനക്ക് വ്യക്തമായാൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ മുർസലായ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നതും അത് പുറപ്പെടുന്ന എവിടെ നിന്നുള്ളതിൻ്റെ ശരിയായ രൂപമൊക്കെ നിനക്ക് വ്യക്തമാകും. വന്നഹുമ സഹീഹാനി, അവ രണ്ടും ശരിയാണെന്നും നിനക്ക് വ്യക്തമാകും. ലൗ ആറലഹുമ സഹീഹും മിൻ തരീഖിൻ വാഹിദിൻ റജ്ജഹ്നാഹുമ അലൈഹി ബിതഅദ്ദുദി തുറുഖി ഇദാ തഅദ്ദറൽ ജംഉ ബൈനഹുമ. ഇത് നേരത്തെ പറഞ്ഞതിനോട് കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇങ്ങനെ വരുന്ന രണ്ട് ഹദീസുകളും ഈ പറഞ്ഞതിൽ ചെറിയൊരു സംശയമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് സൂചിപ്പിക്കണം കേട്ടോ, ഈ വോയിസ് മൊത്തം കേൾക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഇനി മുർസലു സഹാബി, ഈ സഹാബിയെ മുർസലാക്കി കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ളത് പറയാൻ പോകുന്നത്. ഹോമാ അഖ്ബറ ബിഹി സഹാബിയു അൻ ഖൗലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ് അൻ ഖൗലി റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ തൊട്ട് ഫിഅലിഹി, അല്ലെങ്കിൽ നബിയുടെ പ്രവർത്തനത്തൊട്ട്. വലം യസ്മഅഹു, ഈ സഹാബി ആണെങ്കിലോ നബിയെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വിഷാദുഹു സാക്ഷിയായിട്ടില്ല, കണ്ടിട്ടില്ല. ഇമാലി സഗരി സിന്നിഹി, വയസ്സ് കുറഞ്ഞതിന് വേണ്ടി, ഔ തഅഖുരി ഇസ്ലാമിഹി ഔ ഗിയാബിഹി, നബിയെ കാണാതിരിക്കലോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ വൈകുകയോ ചെയ്തുകൊണ്ട് നബിയെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, എന്നിട്ടും നബിയുടെ ഫിഅലോ ഖൗലോ റിപ്പോർട്ട് ചെയ്യലാണ് ഒരു സഹാബി. അതാണ് മുർസൽ സഹാബി എന്ന് പറയുന്നത്. വമിൻ ഹാദൻ ഹദീസുൻ കസീറത്തുൻ, ഇങ്ങനത്തെ ഹദീസിൻ്റെ നൗഅകൾ ഒരുപാടുണ്ട്. കാരണം ലിസിഗാരി സഹാബത്ത്, സഹാബികളെ ചെറുതായതിനു വേണ്ടി, കബിൻ അബ്ബാസ് അള്ളാഹു ഇബ്നു സുബൈർ വഗൈരിഹിമ, മോനബട് അബ്ദുൽ സുബൈർ അള്ളാഹു അവരെ പോലത്തവരൊക്കെ ഇങ്ങനത്തെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹുക്കം മുർസൽ സഹാബിയ, മുർസൽ സഹാബീൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹീഹുൽ മഷ്ഹൂർ, പ്രസിദ്ധമായ ഇത്, അല്ലദീ ഖതഅ ബിഹി ജുംഹൂർ, പ്രസിദ്ധമായ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുംഹൂർ പറഞ്ഞിട്ടുള്ളത് അന്നഹു സഹീഹുൻ മുഹ്തജും ബിഹി, അത് ശരിയാണ്, മുർസൽ സഹാബി ശരിയാണ്, തെളിവെടുക്കാൻ പറ്റുന്നതാണ്. അൻ റിവായത്ത് സഹാബത്തി അൻ താബിഈന നാദിറത്തുൻ, കാരണം സഹാബികൾ താബിഈങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വിരളമാണ്. വൈദാ റവോ അൻഹും ബയ്യനുഹ, ഇനി അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ തന്നെ അവർ വ്യക്തമാക്കാറുണ്ട്. വൈലം യുബയ്യിനു, ഫൈദാലം യുബയ്യിൻ, അവർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ വഖാലു, അവർ പറയുകയും ചെയ്തു ഖാല റസൂലുള്ളാഹ് ഫൽ അസ്ലു അന്നഹും സമിഉഹ മിൻ സഹാബിൻ ആഖറ, എന്നിട്ടും ഒരു ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ സഹാബികൾ അതിൻ്റെ അസ്ല് അന്നഹും സമിഉഹ മിൻ സഹാബിൻ ആഖറ, മറ്റ് സഹാബിയിൽ നിന്ന് കേട്ടു എന്നതാണ്. വഹദസ സഹാബി, ഈ വഹദസു സഹാബി, സഹാബിനെ കളയിൽ നിന്നുള്ള ലായം പറ ബുദ്ധിമുട്ടാവില്ല, കമത്തക്കദ്ദം പറഞ്ഞതുപോലെ. വക്കീല, ഇനി ചോദിക്കപ്പെട്ടു, പറയപ്പെട്ടു, അഭിപ്രായപ്പെട്ടു, ഇന്ന മുർസൽ സഹാബി മുർസൽ ഗൈരിഹി ഫിൽ ഹുക്മി. ഇനി മുർസൽ സഹാബിയായ സഹാബികളുടെ മുർസലായ ഹദീസും മറ്റുള്ളവരുടെ മുർസലായ ഹദീസ് പോലെ തന്നെയാണ് ഇതിൽ നിന്ന് ഒരഭിപ്രായമുണ്ട്. ഹദൽ ഖൗലു ലൈഫൻ മർദൂദ്, പക്ഷേ ഇങ്ങനെ ഈ പറയപ്പെട്ട അഭിപ്രായം ലൈഫാണ്, മർദൂദാണ്. പിന്നെ അഷറുൽ മുസന്നഫാത്ത്, ഏറ്റവും പ്രസിദ്ധമായ മുസന്നഫാത്തുകൾ ഇതിലുള്ളത് ഒന്ന് അൽ മറാസിൽ അബി ദാവൂദ്, പിന്നെ അൽ മറാസിൽ ഇബ്നു അബി ഹാത്തിം ജാമിഉ തഹ്സീൽ അഹ്കാമുൽ മറാസിൽ ഫിൽ അലാഇ ഇൻഷാ അല്ലാഹ്. പിന്നെ അൽ മുഅല്ലൽ, ഇനി മുഅല്ലലായ ഹദീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഇസ്മു മഫ്ഊലി മിൻ അഅലഹു ബിമാന അയാഹു, പറ്റേ ബലഹീനമാക്കി എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഇസ്മു മഫ്ഊൽ എന്നാണ് വന്നിട്ടുള്ളത്. ഇനി ഇസ്ലാഹ് നിലക്ക് മാസഖത്ത മിൻ ഇസ്നാദിഹി ഇത്നാനി ഫക്തറ അല തവാലി, തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ സനദിൽ നിന്ന് വീണ് പോയതാണ് സാങ്കേതികാർത്ഥത്തിൽ മുഅല്ലൽ. മറവാഹുൽ ഹാക്കിമു ഫി മഅരിഫത്തി ഉലൂമിൽ ഹദീസ് ബിസനദിഹി ഇലൽ കഅനബി അൻ മാലിക് അന്നഹു ബലഗഹു അന്ന അബൂ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ബഹുമാനപ്പെട്ട ഹാക്കിം ഇമാം റിപ്പോർട്ട് ചെയ്തത് എവിടെ? മഅരിഫത്തു ഉലൂമിൽ ഹദീസ് എന്നതിൽ അദ്ദേഹത്തിൻ്റെ സനദ് കൊണ്ട് ബഹുമാനപ്പെട്ട കഅനബി എന്നവരിലേക്ക് അൻ മാലിക്കിൻ അന്നഹു ബലഗഹു അന്ന അബൂ ഹുറൈറ ഖാല പറഞ്ഞു, ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിൽ മംലൂക്കി തആമുഹു വ കിസ്വതുഹു ബിൽ മഅറൂഫി വലാ യകല്ലഫു ഇല്ലാ മിനൽ അമലി ഇല്ലാ മാ യുതാബിഖു. അപ്പോൾ അടിമക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണം, പിന്നെ യോജിച്ച അമൽ കൊണ്ടല്ലാതെ കൽപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഹദീസ്. ഖൽ ഹാക്കിമു, ഹാക്കിം ഇമാം പറഞ്ഞത് ഹദാ മുഅല്ലലുൻ അൻ മാലിക്കിൻ, മാലിക് ഇമാമിനെ തൊട്ട് മുഅല്ലലായ ഹദീസാണ്. അലലഹു ഹക്കദ ഫിൽ മുവത്തഇ, മുവത്തയിൽ കിതാബ് മുവത്തയിൽ മാലിക് ഇമാം ഇതിനെ ഇതായിട്ടുണ്ട്, മുഅല്ലലാക്കിയിട്ടുണ്ട്. ഫഹദൽ ഹദീസ് മുഅല്ലലുൻ ഹുസഖത മിൻ ഹിത്നാനി മുതവാലിയാനി,
കാരണം എന്താ, ഇതിൽ നിന്ന് ഈ സനദിൽ നിന്ന് രണ്ടാളുകൾ തുടർച്ചയായിട്ട് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മാലിക്കിന് അബി ഹുറൈറ, മാലിക്കിൻ ഇമാമിൻ്റെ ഇടയിലും അബു ഹുറൈറ അള്ളാൻ്റെ ഇടയിലും ഒക്കെ ആറഫ്ന ഹുസഖത്തമിൻ ഹഫ്നാനി മുത്തവാലിയാനി. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടാളുകൾ വീണ് പോയിട്ടുണ്ട് എന്നത്. മിൻ റിവായത്തിൽ ഹദീസി ഖാരിജ് അൽ മുത്തവി ഹക്കദ അൻ മാലിക്കിൻ അൻ മുഹമ്മദ് ബിൻ അജ്ലാൻ അൻ നബീഹി അൻ നബി ഹുറൈറ. ഈ രണ്ടാളുകളാണ് പ്രകാരം വീണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് മുവത്ത എന്ന കിതാബിൽ തന്നെ ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം മുഅല്ലലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിധി അൽ മുഅല്ലലു ഹദീസുൻ ദഈഫായ ഹദീസാണ്. ഹുവ അസ്വഉ ഹാല മിനൽ മുർസൽ വൽ മുഖ്തർ. മുഖത്തയായ മുർസൽ ഹദീസിനെക്കാട്ടി മോശമായ ഒരവസ്ഥയാണ് മുഅല്ലൽ എന്നുള്ളത്. ലിക്കസറത്തിൽ മഹദൂഫിന, കൂടുതൽ ആളുകൾ കളഞ്ഞതിന് വേണ്ടി മിൽ ഇസ്നാദ് സനദിൽ നിന്ന്. ഹാദൽ ഹുക്മു അൽ മുഅല്ലലി ബിത്തിഫാഖി ബൈൻ ഉലമാഇ, ഉലമാക്കളുടെ യോജിച്ച അഭിപ്രായമാണ് മുഅല്ലലിനെ കുറിച്ചിട്ട് ഉള്ളത്. ഇജ്തിമാഹു മഅ ബഅദി സുവരിൽ മുഅല്ലഖി ഇന്ന ബൈനൽ മുഅല്ലലി വ ബൈനൽ മുഅല്ലഖി ഉമൂമൻ വ ഖുസൂസൻ മിൻ വജ്ഹ്. അപ്പോൾ മുഅല്ലലിൻ്റെയും മുഅല്ലഖിൻ്റെയും ഇടയിൽ ഉമൂമൻ ഖുസൂസൻ മിൻ വജ്ഹ് ഉണ്ട്. അതെങ്ങനെ നോക്കാം. ഫജ്തിമൽ മുഅല്ലലു മഅൽ മുഅല്ലഖി ഫി സൂറത്തിൻ വാഹിദ, ഒരു രൂപത്തിൽ മുഅല്ലലും മുഅല്ലഖിനോട് കൂടിയിട്ട് ഒരുമിച്ച് കൂടും. അതെങ്ങനെ? ഇദാ ഹുദിഫ മിൻ മബ്ദഇ ഇസ്നാദിഹി, ഇസ്നാദിൻ്റെ തുടക്കത്തിൽ നിന്ന് കളയപ്പെട്ടാൽ, റാവിയാനി മുത്തവാലിയാനി, തുടർച്ചയായ രണ്ട് റാവികൾ സനദിൻ്റെ തുടക്കത്തിൽ കളയപ്പെട്ടു. ഫഹുവ മുഅല്ലലുൻ വ മുഅല്ലഖുൻ ഫി ആൻ വാദി, അത് ഒരേ സമയം മുഅല്ലലും മുഅല്ലഖുമാണ്. ഇനി ഇവയു ഫാരിഖു ഫി സൂറത്തിന്, ഇനി രണ്ട് രൂപത്തിൽ അത് എതിരാകുന്നുണ്ട്. ഇദാ ഹുദിഫ മിൻ വസ്തിൽ ഇസ്നാദി റാവിയാനി മുത്തവാലിയാനി, ഇനി സനദിൻ്റെ മധ്യത്തിൽ നിന്നാണ് രണ്ട് റാവികൾ തുടർച്ചയായി കളയപ്പെട്ടതെങ്കിൽ ഹുവ മുഅല്ലലുൻ, മുഅല്ലലാണ്, വൈസ് മുഅല്ലഖിൻ, മുഅല്ലഖല്ല, കാരണം മുഅല്ലഖ് ആദ്യത്തിൽ നിന്നാണ്. ഇനി ഇദാ ഹുദിഫ മിൻ മബ്ദഇൽ ഇസ്നാദി റാവിൻ ഫഖത്ത്, ഇനി സനദിൻ്റെ അതിൽ നിന്ന് മാത്രമാണ് കളയപ്പെട്ടതെങ്കിൽ അത് മുഅല്ലഖാണ്, മുഅല്ലലല്ല. അപ്പോൾ ആ രണ്ട് രൂപത്തിൽ അത് വേർതിരിഞ്ഞും വരുന്നുണ്ട്. ഇനി മിൻ മല്ലാനിൽ മുഅല്ലലി എന്താ നോക്കാം. ഖാല സുയൂത്തി പറഞ്ഞു മിൻ മല്ലാനിൽ മുഅല്ലലി വൽ മുൻഖത്തി വൽ മുർസലി. ഒന്ന് കിതാബു സുനനി സഈദ് ഇബ്നു മൻസൂർ, അതുപോലെ തന്നെ മുഅല്ലഫാത്ത് ഇബ്നു അബി ദുനിയ. പിന്നെ